ശിവഗീതയിൽ വിരജാദീക്ഷയെക്കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായിട്ടും അഗസ്ത്യ മഹാമുനി ശ്രീരാമചന്ദ്രനോട് 1000 ശിവനാമങ്ങൾ ധ്യാനിച്ച് ദീക്ഷയിൽ മുഴുകിക്കഴിയുമ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെടും എന്നാണ് ശ്രീരാമന് വാക്ക് കൊടുത്തിരിക്കുന്നത്. ശ്രീരാമനാകട്ടെ ഗുരുവിനെ എന്ന പോലെയാണ് അഗസ്ത്യ മഹാമുനിയെ കാണുന്നത്. അതുകൊണ്ട് ഗുരുവചനം തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ശ്രീരാമൻ വിശ്വസിച്ചു. മാത്രമല്ല, ഇതോടുകൂടി ശ്രീരാമൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറുകയും ചെയ്തു. അദ്ദേഹം പ്രസന്നവദനായി മാറി. ഈ അവസ്ഥയിൽ 1000 ശിവനാമങ്ങൾ ചൊല്ലണമെന്ന് അഗസ്ത്യ മഹാമുനി ശ്രീരാമചന്ദ്രനോട് പറയുന്നു. ഈ 1000 നാമങ്ങൾ ശിവഗീതയിൽ കൊടുത്തിട്ടില്ല. പക്ഷേ നാം അത് ശ്രീരാമചന്ദ്രന് അറിയാവുന്ന ആ 1000 നാമങ്ങൾ മഹാഭാരതത്തിൽ അനുശാസന പർവ്വത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുണ്ടായി. അനുശാസന പർവ്വത്തിൽ കൊടുത്തിരിക്കുന്ന 1000 ശിവനാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സ്കന്ദപുരാണത്തിൽ കൊടുത്തിരിക്കുന്ന 1000 ശിവനാമങ്ങൾ. വ്യാസനാൽ എഴുതപ്പെട്ട പുസ്തകമാണ് മഹാഭാരതവും അതേപോലെ തന്നെ സ്കന്ദപുരാണവും. ഇവിടെ സ്കന്ദപുരാണത്തിൽ വേദവ്യാസൻ നേരിട്ട് സൂതന് പറഞ്ഞു കൊടുക്കുന്ന, ഉപദേശിച്ചു കൊടുക്കുന്ന ആ ഉപദേശമാണ് 1000 നാമങ്ങൾ, ശിവനാമങ്ങൾ. ആ ശിവനാമങ്ങൾ അനുശാസന പർവ്വത്തിലെ ശിവനാമങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്കന്ദപുരാണത്തിലെ വേദവ്യാസൻ സൂതമഹാമുനിക്ക് പറഞ്ഞു കൊടുത്ത ആ 1000 നാമങ്ങൾ അതിൻ്റെ അർത്ഥസഹിതം പഠിക്കാം. അനുശാസന പർവ്വത്തിലേത് കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് തൽക്കാലം നമുക്ക് അതിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. സ്കന്ദപുരാണത്തിൽ കൊടുത്തിരിക്കുന്ന വേദവ്യാസനാൽ സൂതമുനിക്ക് ഉപദേശിച്ചു കൊടുത്ത ആ 1000 നാമങ്ങൾക്ക് നാം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇവിടെ അർത്ഥസഹിതം നമുക്ക് സ്കന്ദപുരാണത്തിലെ ശിവസഹസ്രനാമം നമുക്ക് പരിശോധിക്കാം. സ്കന്ദപുരാണത്തിലെ 1000 ശിവനാമങ്ങൾ ഇവിടെ സ്വീകരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ സാന്ദീപനി മഹർഷി ശ്രീകൃഷ്ണ ഭഗവാനോട് ആവശ്യപ്പെട്ടു. അതായത് തൻ്റെ മരിച്ചുപോയ മകനെ യമലോകത്ത് നിന്ന് കൊണ്ടുവരിക എന്ന്, അതാണ് തനിക്ക് ലഭിക്കാനുള്ള ഗുരുദക്ഷിണ എന്ന് സാന്ദീപനി മഹർഷി ശ്രീകൃഷ്ണനോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ശ്രീകൃഷ്ണൻ യമലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സ്കന്ദപുരാണത്തിൽ കൊടുത്തിരിക്കുന്ന 1000 ശിവനാമങ്ങളാണ് ധ്യാനിച്ച് സിദ്ധി വരുത്തിയത്. അതുകൊണ്ട് യമലോകത്തുനിന്ന് സാന്ദീപനി മഹർഷിയുടെ പുത്രനെ അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതായിട്ട് സ്കന്ദപുരാണത്തിൽ വിവരണമുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സാക്ഷാത്കരിച്ച ശിവസഹസ്രനാമമാണ് ശരിക്കും സ്കന്ദപുരാണത്തിൽ കൊടുത്തിരിക്കുന്ന 1000 ശിവനാമങ്ങൾ. അതുകൊണ്ട് നമുക്ക് സ്കന്ദപുരാണത്തിലെ ആ 1000 ശിവനാമങ്ങൾ അർത്ഥസഹിതം മനസ്സിലാക്കാം. ഓം ഗും ഗുരുഭ്യോ നമഃ. സകല ക്ലേശങ്ങളെയും ഹരിക്കുന്ന അല്ലയോ ഗുരുദേവ, അങ്ങയ്ക്ക് നമസ്കാരം. ഓം ശംഭുവേ നമ. ആനന്ദത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ശംഭുവിന് നമസ്കാരം.
ഓം നീലകണ്ഠായ നമ. നീല നിറത്തോടു കൂടിയ കണ്ഠമുള്ളവനായ നീലകണ്ഠന് നമസ്കാരം. ഓം സദാശിവായ നമ. ആസ്വാദകർക്ക് സദാ മംഗളം പ്രദാനം ചെയ്യുന്ന സദാശിവന് നമസ്കാരം. ഓം ഭർത്താവരായ നമ. ശ്രേഷ്ഠനായ ഭർത്താവായിരിക്കുന്ന ശിവഭഗവാന് നമസ്കാരം. ഓം പാണ്ഡരംഗായ നമ. ഇളം മഞ്ഞ നിറമുള്ള പാണ്ഡവരംഗനായ ശിവന് നമസ്കാരം. ഓം ആനന്ദായ നമ. ആനന്ദസ്വരൂപനായ ശിവന് നമസ്കാരം. ഓം ശാന്തവിഗ്രഹായ നമ. ശാന്തസ്വരൂപിയായ വിഗ്രഹത്തോട് കൂടിയവനായ ശിവന് നമസ്കാരം. ഓം ഏകായ നമ. ഒന്നായിരിക്കുന്ന ശിവന് നമസ്കാരം. ഓം അനന്തായ നമ. പലതായിരിക്കുന്ന ശിവന് നമസ്കാരം. ഓം മൃഗാധരായ നമ. മാനിനെ കയ്യിൽ ധരിച്ചവനായ ശിവഭഗവാന് നമസ്കാരം. ഓം ശൂലപാണിനേ നമഃ. ശൂലധാരിയായ ഭഗവാന് നമസ്കാരം. ഓം ഭവായ നമ. ഭവിക്കുന്നവനായ ഭഗവാന് നമസ്കാരം. ഓം ശിവായ നമ. മംഗളസ്വരൂപിയായ ശിവന് നമസ്കാരം.